Good morning to all. On this one of the fine Onam days, I wish everybody happy Onam. Usually we celebrate lot of festivals, events as part of our co-scholastic activities. But Onam is different from all. Onam was never and never will be a religious event or a local event, because Onam has got a very noble, strong message behind this particular celebration. Onam is a celebration of humanity. It's a celebration of togetherness, of teamwork, of camaraderie, of unity, of equality. So Onam, apart from that myth, the stories, maybe not so probable happenings, unrealistic versions, but what the message is behind this particular celebration is, alone I can't do anything, but together we can do everything. Because whatever the activities associated with Onam, not only as part of Onam, they are all done together only. Even though it is once identified as an agricultural festival, followed by the harvest and its opulence, then earlier there was some other tone given to Onam. But apart from all this, Onam is a celebration of community living together, sharing things, supporting each other, helping each other, and living as one. Varna, Varga, Desha, Kala, Lingabhedamanye, Onam നമ്മുടെ മനസ്സുകളിൽ ആഘോഷിക്കപ്പെടുന്നത് ഓണത്തിൻ്റെ ആ ഒരു ശക്തവും വ്യക്തവുമായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുമ, ഐകമത്യം, സമത്വം, സംഘശക്തി എല്ലാം ഒന്നിച്ച് ആഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു നിറസമൃദ്ധി, അതാണ് ഓണത്തിൻ്റെ മാത്രം പ്രത്യേകതയായി നമ്മൾ തിരഞ്ഞെടുത്ത് ആഘോഷിക്കുന്നു. ഒരു കമ്പോള സംസ്കാരത്തിലോ വാണിജ്യ സംസ്കാരത്തിലോ ഓണം ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലായി അധപ്പതിച്ച് പോകാതെ നമ്മുടെ കുട്ടികൾക്ക് ഓണത്തിൻ്റെ സന്ദേശം, അതിൻ്റെ യഥാർത്ഥ സന്ദേശം, അതിൻ്റെ യഥാർത്ഥ മൂല്യം, യഥാർത്ഥ നന്മ പരിചയപ്പെടുത്തുക എന്ന എളിയ ഉദ്ദേശത്തോടുകൂടി കേന്ദ്രീയ വിദ്യാലയ SIP ഈ ഓണാഘോഷം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മളൊരു ദുരിതകാലത്തിലൂടെ, ഒരു കെട്ടകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുമിച്ച് ആഘോഷിക്കേണ്ട, ഒരുമിച്ച് ജീവിക്കേണ്ട, ഒരുമിച്ച് ചേരേണ്ട ഒത്തുകൂടലിൻ്റെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് എല്ലാവരും ജീവിതം തന്നെ അടച്ചുപൂട്ടലിൻ്റെ ഒരു ഭീഷണിയിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് കുട്ടികളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു സന്ദേശം ഇതാണ്: എല്ലാത്തിനും അപ്പുറത്ത് ഒരു നല്ല കാലത്തിൻ്റെ പ്രതീക്ഷകളുണ്ട്. പാരമ്പര്യത്തിൻ്റെ ഊർജം, പഴമയുടെ തനിമ, നന്മ, തെളിമ, ഇതൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല കാലത്തിൻ്റെ, എല്ലാവരും ഒന്നായി മാറുന്ന, ഒറ്റ സ്വരമായി മാറുന്ന ഒരു നല്ല കാലത്തിൻ്റെക്കുള്ള പ്രതീക്ഷകളുടെ ചുവടുവയ്പ്പാണ് ഓരോ ഓണാഘോഷവും. ശരീരങ്ങൾ കൊണ്ട് ദൂരെയാണെങ്കിലും മനസ്സുകൾ ചേർത്ത് വയ്ക്കാം, ഹൃദയങ്ങൾ കൊണ്ട് അത്തപ്പൂക്കളങ്ങളിടാം, സ്വപ്നങ്ങൾ കൊണ്ട് ഊഞ്ഞാലാടാം, സ്നേഹത്തിൻ്റെ സദ്യ ഒരുക്കാം,
പ്രതീക്ഷകളുടെ ഓണനിലാവിൽ ഉറങ്ങാം. ഏറ്റവും അടുത്ത് എല്ലാവർക്കും പഴയതുപോലെ ഒന്നിച്ചുകൂടി ഓണം, യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ സന്ദേശം എന്താണോ ആ ഒരു സന്ദേശത്തിൻ്റെ എല്ലാ വർണ്ണശബളിമയോടും കൂടി, നിറസമൃദ്ധികളോടുകൂടി ഓണം എത്രയും പെട്ടെന്ന് നമുക്ക് ആഘോഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ ഓണാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥികളായി ക്ഷണിക്കുന്നത് കലാ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയാണ്. കാരണം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്കപ്പുറം, ഏതെങ്കിലും ഒരു വളരെ പ്രശസ്ത വ്യക്തിത്വങ്ങൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് അർഹത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യമല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാലും സാഹിത്യ, കലാ, സാംസ്കാരിക നായകന്മാർക്ക് കുട്ടികളുടെ മനസ്സിൽ അവരെ സ്വാധീനിക്കുന്ന രീതിയിൽ അവർക്കൊരു ഓണസന്ദേശം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ധന്യത എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണത്തിൻ്റെ വിശിഷ്ടാതിഥി ശ്രീ രാധാകൃഷ്ണൻ കുന്നുംപുറമാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കലാസാഹിത്യ പ്രവർത്തകനാണ്, ഒരു നാടക പ്രവർത്തകനാണ്, ഗാനരചയിതാവാണ്. ജനൈകം ഉൾപ്പെടെ, പനോരമ വിഷൻ ഉൾപ്പെടെ ദൃശ്യമാധ്യമ രംഗങ്ങളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. അനവധി കവിതാ സമാഹാരങ്ങൾ, ജീവചരിത്രങ്ങൾ, പഠനങ്ങൾ ഉൾപ്പെടെ നിരവധി കൃതികൾ രചിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അവാർഡുകളും കിട്ടിയിട്ടുള്ള ആളാണ്. കേന്ദ്രീയ വിദ്യാലയ SAP പേരൂർക്കടയുടെ ഈ ഓണാഘോഷത്തിൽ ഞങ്ങൾ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചപ്പോൾ വളരെ ഹൃദയപൂർവ്വം ഈ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു ഓണ സന്ദേശം നൽകാനായി അദ്ദേഹം സന്നദ്ധനായി. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും പേരിൽ, എൻ്റെ സ്വന്തം പേരിലും അദ്ദേഹത്തെ ഏറ്റവും ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം ഈ ഓണാഘോഷത്തിൻ്റെ വിശിഷ്ട അതിഥിയായി ക്ഷണിക്കുകയും ചെയ്യും. സമാദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു ഓണം കൂടി കടന്നു വരുന്നു. ലോകത്തിന് മലയാളി സംഭാവന ചെയ്ത മഹത്തായ ഒരു ജീവിത സന്ദേശമാണ് ഓണം. പങ്കുവയ്ക്കലിൻ്റെ, കരുതലിൻ്റെ, ഒത്തുചേരലിൻ്റെ, കൂട്ടായ്മയുടെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് ഓണം പങ്കുവയ്ക്കുന്നത്. പണ്ടു ചരിത്രമുദിക്കും മുമ്പ്, മതങ്ങൾ കരഞ്ഞു പിറക്കും മുമ്പൊരു മന്നവർ മന്നൻ വാണിതു തൻകുട വാനിലൊതുങ്ങി ഇരുന്നീ വിശ്വം എന്ന് വൈരപ്പള്ളി മാഷ് എഴുതുന്നുണ്ട്. ചരിത്രത്തിന്റെ ഏറ്റവും പഴയ ഒരു കാലത്ത് ലോകത്തിന് തന്നെ മനുഷ്യൻ ഒന്നാണ് എന്നും സ്നേഹമാണ് ലോകത്തിന്റെ ശക്തിയെന്നും നന്മയാണ് വെളിച്ചമെന്നും വാക്ക് വിശുദ്ധിയാണെന്നും ഓർമ്മപ്പെടുത്തിയ ഓണസങ്കല്പം. മറ്റൊന്നിനും ലോകത്ത് ഇത്രയേറെ മനുഷ്യസ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒത്തുചേരലിന്റെയും കഥ പറയാനില്ല. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കാലം കഴിഞ്ഞ് ചിങ്ങം പിറക്കുമ്പോൾ വയലാർ പറഞ്ഞതുപോലെ, ചിങ്ങം പിറന്നാൽ മനസ്സിനകത്തഷ്ടമംഗല്യ താലമൊരുക്കും പ്രതീക്ഷകൾ, വാർമുടിക്കെട്ടിൽ ദശപുഷ്പവും ചൂടി വാൽക്കണ്ണെഴുതി ഒരുങ്ങും പ്രതീക്ഷകൾ. ഒരുപാട് പ്രതീക്ഷകളുടെ നീണ്ട ഒരു വർഷത്തിന്റെ, നല്ല കാലത്തിന്റെ പങ്കുവയ്ക്കലുകളാണ് ഓണം നമുക്ക് പകർന്നു നൽകുന്നത്. ഈ ദുരിതകാലത്ത്, രോഗകാലത്ത്
എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു ഓണ സന്ദേശം കൈമാറുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല അവസ്ഥയിലും നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ കൈവിടാതിരിക്കണം. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒത്തുചേരാനുള്ള മനസ്സ് നിങ്ങൾ നശിപ്പിക്കാതിരിക്കണം, നഷ്ടപ്പെടുത്താതിരിക്കണം. മനുഷ്യൻ ഒന്നിച്ചു ചേരുമ്പോഴാണ് മാനവികത, മനുഷ്യസ്നേഹം കൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഓണം അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പങ്കുവയ്ക്കലിൻ്റെ ഒരു ചെറിയ ഓണപ്പാട്ട് നിങ്ങൾക്കായി പാടിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ഓണദിനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇത് കേരളത്തിൽ പണ്ട് കാലത്ത് ഊഞ്ഞാലാടുമ്പോൾ കുട്ടികൾ പാടിയിരുന്ന ഒരു ഊഞ്ഞാൽ പാട്ടാണ്. ഇത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓണസമ്മാനത്തെ പോലും തന്റെ കൂട്ടുകാരിക്ക് പങ്കുവച്ചു കൊടുക്കുന്ന പങ്കിടലിന്റെ ഒരു കഥ കൂടി പറയുകയാണ് ഈ ഊഞ്ഞാൽ പാട്ട്. ഊഞ്ഞാലേ മക്കാണി ഉരിയെന്നല്ലേ പച്ചോറേ, ഉണ്ടുണ്ടേ ഇരിക്കമ്പം ഓണം വന്നു മുട്ടൂട്ടേ, ഉണ്ടുണ്ടേ ഇരിക്കമ്പം ഓണം വന്നു മുട്ടൂട്ടേ. ഊഞ്ഞാലേ മക്കാണി ഉരിയെന്നല്ലേ പച്ചോറേ, ഉണ്ടുണ്ടേ ഇരിക്കമ്പം ഓണം വന്നു മുട്ടൂട്ടേ, ഉണ്ടുണ്ടേ ഇരിക്കമ്പം ഓണം വന്നു മുട്ടൂട്ടേ. ഊഞ്ഞാലാടാൻ വാടി പെണ്ണെ നല്ല പെണ്ണെ തങ്കക്കൊടി, ഊഞ്ഞാലാടാൻ വാടി പെണ്ണെ നല്ല പെണ്ണെ തങ്കക്കൊടി. എനിക്കെന്റെ കാൽ കഴച്ചേ ഒരടിയും നടക്കാം മേല, എനിക്കെന്റെ കാൽ കഴച്ചേ ഒരടിയും നടക്കാം മേല. എനിക്കിരിക്കും കിഴക്കൻ ചേല എടുത്തുടനെ കൊടുക്കിനമ്മേ, എനിക്കിരിക്കും കിഴക്കൻ ചേല എടുത്തുടനെ കൊടുക്കിനമ്മേ. ഇനിയെങ്കിലും വാടി പെണ്ണേ നല്ല പെണ്ണേ തങ്കക്കൊടി, ഇനിയെങ്കിലും വാടി പെണ്ണേ നല്ല പെണ്ണേ തങ്കക്കൊടി. ഊഞ്ഞാലേ മക്കാണി ഉരിയെന്നല്ലേ പച്ചോറേ, ഉണ്ടുണ്ടേ ഇരിക്കമ്പം ഓണം വന്നു മുട്ടൂട്ടേ, ഉണ്ടുണ്ടേ ഇരിക്കമ്പം ഓണം വന്നു മുട്ടൂട്ടേ. ലോകത്തിന്റെ ഏതു കോണിൽ ആയിരിക്കുമ്പോഴും ഏതു കാലത്തിലും മനോഹരമായ കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ ഓണക്കാലം നിങ്ങൾക്ക് കൂട്ടായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ, സമാദരണീയരായ അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള വിദ്യാർത്ഥികളെ, തിരുവോണ നാളിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും മംഗളങ്ങളും സമ്പൽ സമൃദ്ധിയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാവർക്കും ആശംസിക്കുന്നു. സമത്വ സുന്ദരമായ കേരള നാടിൻ്റെ സുവർണ ചിന്തകൾ വിരിയുന്ന ഈ മഹോത്സവം എല്ലാവരുടെയും ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും നവകിരണങ്ങൾ കൊണ്ട് പ്രോജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും സമത്വവും സമഭാവനയും നിലനിന്നിരുന്ന മാവേലി മന്നൻ്റെ ഭരണകാലത്തിൻ്റെ മധുരസ്മരണകൾ അയവിറക്കി വീണ്ടും തങ്ങളുടെ ജീവിതങ്ങളിൽ ആ നല്ല നാടുകളിലേക്കുള്ള മടക്കമുണ്ടാകും എന്ന ഓരോ മലയാളിയുടെയും ആഗ്രഹത്തെയും ചിന്തയെയും പ്രതിഫലിപ്പിക്കുന്ന ആഘോഷമാണ് ഓണം. ഓണത്തെ സംബന്ധിച്ച് ഒട്ടനേകം കഥകളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ നിലവിലുണ്ടെങ്കിലും ഓണാഘോഷത്തിൻ്റെ അന്തസ്സത്തെയും വികാരങ്ങളും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഇടവം മുതൽ കർക്കിടകം വരെയുള്ള തോരാമഴയുടെയും അതുമൂലമുള്ള ബുദ്ധിമുട്ടിൻ്റെയും വിഷമതകളുടെയും കഷ്ടപ്പാടിൻ്റെയും നാളുകളെ പിന്തള്ളി സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഫലഭൂയിഷ്ഠതയുടെയും സമ്പദ് സമൃദ്ധിയുടെയും ആഘോഷ ദിനങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പായിട്ടാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക പൈതൃകവും ആഘോഷ തനിമയും വിളിച്ചോതുന്ന ആചാര രീതികളും പരമ്പരാഗത കലാരൂപങ്ങളും അനുഷ്ഠാന കലകളും ഒക്കെ ഒത്തുചേർന്ന് ഓണാഘോഷത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇതിനെ വിശ്വശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഉത്സവമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓണം പ്രതീക്ഷകളുടെ ഉത്സവമാണ്.
ഓണത്തിൻ്റെ സന്ദേശം മനുഷ്യരാശിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമാണ്. തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അടിയറവ് പറയാതെ തങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ, കഠിനാധ്വാനം ചെയ്താൽ സമൃദ്ധിയുടെയും നന്മയുടെയും സ്ഥിതിസമത്വത്തിൻ്റെയും ആ നല്ല നാളുകൾ ഒട്ടും വിദൂരത്തിലല്ല എന്ന് തങ്ങളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തലാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള മാനവരാശി മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും മറ്റനവധിയായ പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ കാലത്ത് പ്രതീക്ഷകൾ കൈവടിയാതെ വർദ്ധിത ഉത്സാഹത്തോടെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമായി, പ്രചോദനമായി ഈ ഓണാഘോഷം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം തെറ്റിപ്പെയ്യുന്ന മഴയും കാലവർഷക്കെടുതികളും കോവിഡിൻ്റെ അതിവ്യാപനവുമൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളുടെ മാറ്റ് കുറച്ചിട്ടുണ്ട്. ഇത്തവണയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. മനസ്സിൽ നിറയുന്ന ആഘോഷ പെരുമയോടെ, എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട ശാരീരിക അകലങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും യഥാവിധി പാലിച്ചുകൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. നമസ്കാരം, ഞാൻ ശ്രീമൈ. വീണ്ടും ഒരു ഓണക്കാലം. ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് ഓണക്കാലം. ഓണം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ്. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓണക്കാലത്ത് പാടി കേൾക്കുന്ന വരികളാണ് ഇവർ. പൂ പറിക്കാൻ കൂട്ടമായി പോകുന്നതും അത്തം മുതൽ 10 ദിവസം വരെ പൂക്കളിടുന്നതും ഓണത്തപ്പനെ നേദിക്കുന്നതും ഓണക്കോടി നൽകുന്നതും ഓണസദ്യ ഒരുക്കുന്നതും ഓണക്കളികളിൽ ഏർപ്പെടുന്നതും ആണ് ഓണക്കാലത്തെ പ്രധാന പരിപാടികൾ. എങ്കിലും നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് ഇവയിൽ പലതും സുപരിചിതമല്ല. ഒരുമയുടെയും നന്മയുടെയും ആഘോഷമായി ഈ ഓണക്കാലത്ത് ഒത്തുകൂടാനും ഒരുമിച്ച് കളിക്കാനും ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ സഹജീവികളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ഓണക്കാലം അർത്ഥവത്താവുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഓണക്കാലം വീണ്ടും ഇതാ വന്നെത്തി. ഇവിടുന്ന് മഹാമാരി നിലനിൽക്കുന്നുകൊണ്ട് സുരക്ഷിതമായി ഓണം ആഘോഷിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് 1000 ഓണാശംസകൾ. മാസത്തിൽ പൂവിളികളുമായി ഓണമെത്തുമ്പോൾ മനസ്സിൽ ഗൃഹാതുരത്വത്തിന്റെ വേലിയേറ്റം. എല്ലാ ആഘോഷങ്ങളും മനുഷ്യ മനസ്സിൽ നന്മയുടെ തിരി തെളിയിക്കട്ടെ. ഓണത്തിന് വരവേൽക്കാനായി നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് കൈകോർക്കാം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനും വൈസ് പ്രിൻസിപ്പൽ സാറിനും അധ്യാപകർക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിന്ധ്യ ഹൗസിന്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണമായല്ലോ, പ്രജകളാണ് സമയമായി. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാ മലയാളികൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും വിന്ധ്യ ഹൗസിന്റെ വക 1000 ഓണാശംസകൾ. വിളമ്പുന്ന
മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല് തിരുവാണിരാവ് മനസാരി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് ചെമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം തങ്കമണി ചുണ്ടന്ന് മയിലാട്ടം തുഴുതൂരും കാറ്റ് തുഴുതൂരും കാറ്റ് കൂടുവാ കൂടുവാ തുഴവാ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാൽ കൊട്ടു വേണം കൂഴൽ വേണം കൂരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ലഗരൈതേലോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ലഗരൈതേലോ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദയമായി വീണയിതിന്നില്ലഞ്ഞു വേള ഇതല്ല വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം ആനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി അടുത്തു ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിയിട്ടോടും ആനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി അടുത്തു ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിയിട്ടോടും എടുത്തു കാണും കൊടുത്തു വിട്ടു തറച്ചുവാൻ കരഞ്ഞു കരച്ചു കേട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ പക്ഷി തന്റെ പക്ഷമറുത്തൻ നിക്ഷിതിയിലിട്ടു ഉഷസിതാരം മഴവി തന്നെ മധുവനത്തിൽ പൊങ്ങി പക്ഷി തന്റെ പക്ഷമറുത്തൻ നിക്ഷിതിയിലിട്ടു ഉഷസിതാരം മഴവി തന്നെ മധുവനത്തിൽ പൊങ്ങി ഉഷസിതാരം മഴവി തന്നെ മധുവനത്തിൽ പൊങ്ങി പകിട്ടേർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ചിങ്ങനിലാവിൽ ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ ആ പഴയ കാലം നമുക്ക് ഒരുമിച്ച് ഓർമ്മിക്കാം. ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മാവേലി തമ്പുരാനും അത്തപ്പൂക്കളവും ഊഞ്ഞാലും സദ്യയുമൊക്കെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കാറുണ്ട്. ഓണം മലയാളികളുടെ കൊയ്ത്തുത്സവമാണ്. അതുകൊണ്ട് തന്നെ ഇത് സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. ഓണം ചിങ്ങമാസത്തിലാണ് വരുന്നത്. ചിങ്ങമാസം മലയാളിക്ക് ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും മാസമാണ്. ഈ കൊറോണ കാലത്തും അതേ ഊർജത്തോടെ മാനദണ്ഡങ്ങൾ പാലിച്ച് നല്ല ഒരു നാളേക്കായി പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാം. ഓണത്തിന്റെ ഗൃഹാതുരത്വം ഉണർത്തുന്നത് ഓണപ്പാട്ടുകളിലൂടെയാണ്. നമുക്കിനി കുറച്ച് ഓണപ്പാട്ടുകൾ കേൾക്കാം. ഓണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തിരുവാതിര. സുന്ദരികളായ മംഗമാരുടെ ഒരു തിരുവാതിര നമുക്ക് കാണാം.
തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഉണരുന്നു സംഗീതം. സംഗീതം. അത്തപ്പൂക്കളമില്ലാതെ എന്ത് ഓണമാണുള്ളത്? അത്തം തുടങ്ങി 10 നാൾ തിരുവോണത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇതാ ഞങ്ങളും ഒരുക്കി ഒരു അത്തപ്പൂക്കളം. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു പൊന്നോണം ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഏതൊരു ജനതയുടെയും സംസ്കാരത്തിന്റെ സവിശേഷതകളെയും അവരുടെ ഉത്സവ ആഘോഷങ്ങളിൽ ദർശിക്കാൻ കഴിയും. ഓണം കേരളികൾക്ക് മഹോത്സവമാണ്. അഗ്നിശുദ്ധിക്ക് വിധേയനായ മഹാബലിയും അതിൽ നിന്നുള്ള മഹിതമായ പാഠവും ഉൾക്കൊള്ളാൻ നമുക്ക് എന്നും കഴിയണം. അതുപോലെ ഓണം എന്നത് ഒരിക്കലും ഒരു ജാതിയുടെയോ അഥവാ മതത്തിന്റെയോ ആഘോഷമേ അല്ല, മറിച്ച് കേരളത്തിന്റെ മഹോത്സവമാണ്. ഇന്ന് പലപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുന്നതായി നമുക്ക് കാണാം. അതിൽ നിന്ന് വ്യത്യസ്തരായ ഞാനും നിങ്ങളും ഒന്നാണെന്ന് ബോധ്യത്തോടെ സ്നേഹത്തോടെ ഈ ഓണം നമുക്കൊന്ന് ആഘോഷിക്കാം. എല്ലാവർക്കും സുഗന്ധപൂരിതമായ ആഘോഷ നാളുകളുടെ ഹൃദ്യമായ ആശംസകൾ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം അവട്ടങ്ങാർക്കുമൊട്ടില്ല കാലം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു
പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും. പലതരത്തിലുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ചേരുമ്പോഴാണ് ഓരോ ഓണവും പൂർണ്ണമാകുന്നത്. പിന്നീട് അടുത്ത ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ്. എന്നാൽ ഇത്തവണയും മലയാളികൾക്ക് ഓണനാളുകൾ അത്ര ആഘോഷഭരിതമല്ല. കൊറോണ കാലത്തിനിടയ്ക്കെത്തിയ ഓണം, COVID-19 ഭീതിയിലെ ഓണം, വീടുകളിൽ ഒതുങ്ങിക്കൂടിയ ഓണം, ഓണവിനോദങ്ങളും ഓണക്കളികളും ഒന്നുമില്ല. വീട്ടിലെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള ആഘോഷങ്ങൾ മാത്രം. അടുത്ത വർഷമെങ്കിലും ഈ വൈറസ് ഭീതിയിൽ നിന്നും മുക്തരായി പഴയ ആർഭാടത്തോടെ ഓണം എന്ന പ്രതീക്ഷയാണ് ഓരോ മലയാളികളും.
മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാമണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ മലരോണപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രജകൾക്കും സുഖമല്ലേ? ഞാൻ ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തിൽ പങ്കുചേരുവാനും എന്റെ പ്രജകളെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പാതാളത്തിൽ നിന്നും 2 ഡോസ് വാക്സിൻ എടുത്ത ശേഷമാണ് വന്നിരിക്കുന്നത്. ഈ ഓണക്കാലം ഏത് നാട്ടിലായാലും ഈ ഓണക്കാലം എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ആഘോഷമല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും അല്പം ജാഗ്രതയോടെ ഓണം ആഘോഷിക്കാം. സോപ്പിട്ട് കൈ കഴുകുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക. നമുക്ക് ഈ കൊറോണയെ തുരത്താം. സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചോണം, ജാഗ്രത വേണം നല്ലോണം. മാസ്ക് ഇട്ടോണം, സോപ്പിട്ടോണം, ചിന്തിച്ചോണം നല്ലോണം. ജീവന് വില നൽകിയിട്ടോണം, എന്നിട്ടോണം പൊന്നോണം. എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും എന്റെ വന്ദനം. മാവേലി നാട് വസിക്കുന്നാലും മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും താണി. ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തിനെ കുറിച്ചാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മലയാളികൾ ജാതി മത വ്യത്യാസം ഇല്ലാതെ ഈ ഓണം ആഘോഷിക്കുന്നു. പണ്ട് കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തിയുണ്ടായിരുന്നു മഹാബലി തമ്പുരാൻ. തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ എത്തുമെന്നായിരുന്നു വിശ്വാസം. ഓണക്കോടി ഇട്ടു, പൂക്കളമിട്ടു, സദ്യവട്ട ഒരുക്കി പ്രജകൾ മഹാബലിയെ കാത്തിരിക്കും. എന്റെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ. വെളിനാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. മാവേലി നാടു വാണിടും കാലം. ഓണം വന്നല്ലോ, ഊനാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. കൂട്ടുകാരി വരുന്നില്ലേ, വീട്ടിലിരുന്നാലോ? സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ.
സന്ധ്യ വരും മുമ്പേയും നീ പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ ഊനാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ
Of the virtual Onam celebration. I thank all the children and the teachers who had participated. I also thank the parents who had supported. Thank you. Now, I would like to thank our chief guest, Sri Radhakrishnan Kundampuram sir, hailing from Cherengeja, who is a multifaceted personality and who had given us a beautiful message today. According to sir, Onam is nothing but just showing selfless love to fellow beings, sharing with others, caring for elders, and the most important thing, to stay united. Thank you, sir. And now I would like to thank our respected principal, sir, Sri Jyoti Mohan, who had inspired us, who had encouraged us, and who had motivated us, and the result is this grand virtual Onam celebrations. So thank you, sir, for making this possible. Now I would like to thank our Vice Principal Sir, Shri Alex Juth, who was a pillar of support for us and was always there for us whenever we needed Sir's help. So thank you, sir. Now I would like to wish each one of you a very happy and prosperous Onam. Stay blessed and a good day to all of you.